ഹലോ ഡിയേഴ്സ്, ഞങ്ങൾ ഇന്നൊരു പൂരം കാണാൻ പോവുകയാണ്. അപ്പോൾ എല്ലാ പൂരപ്രേമികൾക്കും എല്ലാ ഉത്സവപ്രേമികൾക്കും ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. തൃശ്ശൂർ പൂരം പോലൊരു പൂരമാണ് ഞങ്ങളുടെ നാട്ടിലുള്ളത്. ലോകനാർക്കാവിലെ പൂരമാണ് ഇത്. കാവിലെ പൂരത്തിലേക്കാണ് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. അപ്പോൾ ട്രെയിനിൽ ഞാനും അമ്മയും അച്ഛനും ഒക്കെ ഉണ്ട്. അപ്പം ഇപ്പം തൃശ്ശൂർ പൂരം വൈബൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ ആനപ്രേമികൾക്കും എല്ലാ ഉത്സവ ആസ്വാദകർക്കും ഇപ്പോൾ ഭയങ്കര ഒരു പൂരം വൈബ് എനർജിയാണ്. ഇത് കഴിഞ്ഞ മാസം, അതായത് മാർച്ചിലൊക്കെ നടക്കുന്ന ഒരു പൂരമാണ്. ശരിക്കും പറഞ്ഞാൽ മീനമാസത്തിലെ പൂരം നക്ഷത്രത്തിലാണ് ഈ പൂരാഘോഷം നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വടകര എത്തി. വടകര സ്റ്റേഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ലൈഫിലെ പ്രധാനപ്പെട്ട 2 സ്ഥലങ്ങളാണ് വടകരയും നീലേശ്വരവും. അതിനിടയിലുള്ള ആ യാത്രകൾക്ക് ഞാൻ എപ്പം പ്രിഫർ ചെയ്യുന്നത് ഈ ട്രെയിൻ യാത്രകളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ട്രെയിൻ യാത്രാനുഭവവും അതിനിടയിൽ സംഭവിക്കുന്ന കുറേ വിശേഷങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു പ്ലാറ്റ്ഫോം വൈബും നമ്മൾ ഇറങ്ങുന്നതും പോകുന്നതുമായിട്ടുള്ള ഒരു ട്രെയിൻ യാത്രയെ അത്രയധികം ഞാനൊരു ആസ്വദിക്കുന്ന ആൾ കൂടിയാണ്. അപ്പോൾ എന്നെപ്പോലെ ഇങ്ങനെ ഒരു ട്രെയിൻ ലവർ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ വടകരയിൽ ഞങ്ങൾ എത്തി. അധികം തിരക്കൊന്നും ഇല്ലാത്തൊരു സമയമായിരുന്നു. എന്താ വേണ്ടേ മോന്? സൂചിയുള്ള ക്ലോക്ക് വേണോ? അല്ല, വാച്ച് വേണോ? അമ്മയുടെ വാച്ചിലുണ്ടോ സൂചി? ഉണ്ടോ? ഇതിന് സൂചിയുള്ള പോലത്തെ വാച്ചാണോ വേണ്ടേ? വാച്ച് അതല്ല, വാച്ചല്ല, വാച്ച്. കോഴിക്കോട് ജില്ലയിലെ വടകരയിൽ നിന്നും 5 മീറ്റർ അകലെ മേമുണ്ടയിൽ സ്ഥിതി ചെയ്യുന്ന ഹൈന്ദവ ദേവീ ക്ഷേത്രമാണ് ലോകനാർക്കാവ് ക്ഷേത്രം. പ്രധാന പ്രതിഷ്ഠ ദുർഗാദേവിയാണ്. ലോകനാർക്കാവിൽ അമ്മ എന്നാണ് ഭഗവതി അറിയപ്പെടുന്നത്. തൊട്ടടുത്തായി ശിവനും വിഷ്ണുവിനും 2 നടകളുണ്ട്. 2 ക്ഷേത്രങ്ങളും ദേവീ ക്ഷേത്രത്തെക്കാൾ പഴയതാണ്. തച്ചോളി ഒതേനൻ ദിവസേന ഇവിടെ ആരാധിച്ചിരുന്നുവെന്ന് ഐതിഹ്യമുള്ളതിനാൽ ഈ ക്ഷേത്രത്തിന് ചരിത്രപരമായ പ്രാധാന്യവുമുണ്ട്. അരങ്ങേറ്റത്തിനു മുമ്പ് എല്ലാ കളരിപ്പയറ്റ് വിദ്യാർത്ഥികളും ഇവിടെ വന്ന് വണങ്ങുന്ന രീതി ഇന്നും നിലവിലുണ്ട്. കേരളത്തിൻ്റെ വടക്കൻ വീരഗാഥകളിലെല്ലാം ലോകനാർക്കാവ് ഭഗവതി ക്ഷേത്രം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ദേവി ആദ്യം പ്രത്യക്ഷപ്പെട്ടത് വിഷ്ണു ക്ഷേത്രത്തിന് 4 അമ്പലത്തിനകത്തുള്ള അകം തിണ്ണയിലാണെന്ന് പറയപ്പെടുന്നു. ഭഗവതി ക്ഷേത്രത്തിൻ്റെ പണി തീരും വരെ പാട്ടുപുരയിലാണ് ദേവിയെ കുടിയിരുത്തിയിരുന്നത്. പ്രധാന ഉത്സവമായ ഈ പൂരത്തിന് ആറാട്ട് കഴിഞ്ഞ് പാട്ടുപുരയിലേക്ക് ദേവിയുടെ ഒരു എഴുന്നള്ളത്തുണ്ട്. വിഷ്ണുമായ കൂടിയായ ദേവി സഹോദര സന്ദർശനത്തിന് എത്തുന്നു എന്നുകൂടി ഇതിനൊരു ഐതിഹ്യമുണ്ട്. ക്ഷേത്രത്തിന് 1500 വർഷം പഴക്കമുള്ളതായി വിശ്വസിക്കപ്പെടുന്നു. ഉത്തരേന്ത്യയിൽ നിന്നും 500 നാഗരികൾ അവരുടെ ഉപാസനമൂർത്തിയുമായി കേരളത്തിലേക്ക് എത്തിച്ചേർന്നു എന്നതാണ് ഐതിഹ്യം. 8 ദിവസം നീണ്ടു നിൽക്കുന്ന മീനമാസത്തിലെ ഈ പൂരമാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം. 30 ദിവസം നീണ്ടു നിൽക്കുന്ന വൃശ്ചികത്തിലെ മണ്ഡലവിളക്കും ഇവിടെ പ്രധാനമാണ്. തച്ചോളിക്കളി എന്ന കലാരൂപവും ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ്. തിയമ്പാടി കുറുപ്പുകൾ അവതരിപ്പിക്കുന്ന ഈ കലാരൂപത്തിന് കളരിപ്പയറ്റുമായി ഏറെ സാമ്യമുണ്ട്. ഋതുഭാവന്റെ ബലൂണ് കാണിക്കേ. ഋതു ബലൂണ് കാണിക്കേ വീഡിയോയില്. ഋതുന്റെ ബലൂണ് കുട്ടിയായ
രോഹിണി നാളിൽ കൊടിയേറി പൂരത്തിന് അവസാനിക്കുന്ന ഉത്സവമാണ് ലോകനാർക്കാവിലെ പൂരം മഹോത്സവം. കൊടിയേറ്റം കഴിഞ്ഞതോടെ ലോകനാർക്കാവ് ഉണർന്നു. സമീപമുള്ള നിശ്ചിത സ്ഥലങ്ങളിൽ ചെണ്ടമേളത്തോടെ വർണ്ണക്കൊടിക്കൂറകൾ ഉയരുന്നു. ലോകനാർക്കാവ് ഉത്സവ ഛായയിലാകുന്നു. പിന്നെ തായമ്പക, ചെണ്ടമേളം, കൊടിയേറ്റം, ആറാട്ട്, ദീപാരാധന, വിളക്കിനെഴുന്നള്ളത്ത്, കാഴ്ചശീവേലി തുടങ്ങിയ ക്ഷേത്ര ചടങ്ങുകളും ഓട്ടംതുള്ളൽ, ചാക്യാർകൂത്ത്, കഥകളി തുടങ്ങിയ ക്ഷേത്രകലകളും കൊട്ടിയാടിക്കൊണ്ട് ക്ഷേത്രം ഗംഭീരമായുള്ളൊരു ഉത്സവ സമൃദ്ധിയിലേക്ക് എത്തുന്നു. ഇനി നമുക്ക് തിടമ്പേറിയ ആനകളോടും ചെണ്ടമേളത്തോടും കൂടിയ ആ ഉത്സവാഘോഷം കാണാം.
അങ്ങനെ ഞങ്ങളൊരു ഒന്നാം തരം പൂരം കണ്ടിട്ട് മടങ്ങുവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. താങ്ക്